ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള നെസ്റ്റോയിലേക്ക് ചെറിയൊരു പർച്ചേസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ ഓണത്തിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നല്ലൊരു പടിപ്പുരയുടെ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഞാനിത് കേശുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടോ, ഇത് പടിപ്പുരയുടെ വാതിലാണ് ഇരിക്കുന്ന ഇരിപ്പിടമൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും എന്താ പറയണ്ടേ, കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ പൂക്കൾ മാലകളായിട്ട് തൂക്കിയിട്ടേക്കുന്നു. പിന്നെ ഒരു കുഞ്ഞു കിണറുണ്ട്, ആ കിണറിനകത്ത് നിറയെ മാങ്ങ. നല്ല എന്താ പറയണ്ടേ, ഒരു പ്രത്യേക രസം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെയാണ് നമുക്ക് ഓണമായെന്ന് തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഫുൾ മാലകൾ കൊണ്ടിങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഓണത്തിൻ്റെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഓടി നടന്ന് ചെറിയൊരു പർച്ചേസിങ്, കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കുഞ്ഞു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നാൽ. അപ്പോൾ ഓരോന്ന് ഓടി നടന്ന് എടുക്കുകയാണ്. ഇപ്പോൾ വാഴയിലേക്ക് കുറച്ചൊരു വിലക്കുറവ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, വാഴയില പൊതിച്ചോറുണ്ടാക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ വാഴയില എടുത്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നാട്ടിൽ നിന്ന് മുരിങ്ങയില കണ്ടേ, പിന്നെ 3 മാസമായിട്ട് ഇപ്പോൾ മുരിങ്ങയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മുരിങ്ങയില കിട്ടിയതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ജയശേട്ടൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമുണ്ട്, ചേമ്പ് കണ്ട്. അപ്പം ചേമ്പ് എടുക്കുകയാണ്. ചേമ്പിനൊക്കെ നമ്മൾക്ക് തൊട്ടാ പൊള്ളുന്ന വില ആയതുകൊണ്ട് 3-4 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഒരു കൊതി തീരാൻ വേണ്ടി മാത്രം. പച്ചക്കറി എല്ലാം മേടിച്ച് അടുത്തത് ഫിഷ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് വന്നത്. അപ്പം മുമ്പേ നമ്മൾ കണ്ണു വെച്ചിരുന്നൊരു സംഭവമാണ് സാൽമൺ ഫിഷ്. അന്ന് ഭയങ്കര റേറ്റ് കൂടുതലായതുകൊണ്ട് മേടിക്കാണ്ട് പോയതാണ്. അപ്പം ഇപ്രാവശ്യം എന്തായാലും സാൽമൺ ഫിഷ് മേടിച്ചൊന്ന് ഫ്രൈ ചെയ്യണം എന്ന് ഓർത്തിട്ട് സാൽമൺ ഫിഷ് മേടിക്കാൻ വന്നേക്കാണ്. നമ്മൾ പറഞ്ഞാൽ അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് തരും. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട, എല്ലാം കൃത്യമായിട്ട് നല്ല സെറ്റപ്പാക്കി വൃത്തിയാക്കി തരും. അപ്പോൾ കേശു ഇങ്ങനെ നിറയെ മീനുകളെയൊക്കെ നോക്കുക. വലിയ മീൻ, എന്നെക്കാളും വലിയ നീളമുള്ള മീനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഏതെല്ലാം തരത്തിലുള്ള പല മീനുകളെയും എനിക്ക് അറിയത്തുപോലുമില്ല. എന്താ പറയുക, ഇങ്ങനെ മത്തി അടുക്കിയിട്ട പോലെ കിടക്കുകയാണ് എല്ലാവരും. കുറേയൊക്കെ പാക്കറ്റിലാക്കിയിട്ട് കൂന്തലും ഇത് സിൽവർ ഫിഷ് അങ്ങനെ കുറച്ചൊക്കെ മാത്രം മീനിൻ്റെ പേര് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ബാക്കിയൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ മഹാപാവം തോന്നുന്നില്ല എല്ലാവരെയും കാണുമ്പോൾ. എന്തോ കൂട്ടായ്മയോട് കൂടിയിട്ട് എല്ലാവരും നല്ല ഐസിൽ കിടക്കുന്നത്. ഫിഷ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെ മീറ്റ് പിന്നെ നമുക്ക് ദഹിക്കാത്തതാണ്. എന്താ പറയുക, എല്ല് ഐറ്റംസ് അങ്ങനെയാണ് കുറേ കണ്ടത്. ചിക്കനൊക്കെ വേറെ ഉണ്ട് പാക്കറ്റാക്കിയിട്ട്. പിന്നെ ഇങ്ങനെ പിന്നെ കേശുവിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് പലഹാര സെക്ഷനിലേക്ക് വന്നു. ഏതാ വേണ്ടതെന്ന് നോക്കുക. അടുത്ത് തന്നെ തൊട്ട് താഴെ കേക്ക് ഉണ്ട്, പല കളറിലുള്ള ജിലേബിയും പല കളറിലുള്ള ലഡുവും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഏതാണ് വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ചൂടുകാലമായപ്പം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഐസ്ക്രീം. കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം കുറച്ച് ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ അവിടെയും കൺഫ്യൂഷൻ. കാരണം കേശു പറയുന്നതല്ല ജയശേട്ടന് ഇഷ്ടം, ജയശേട്ടൻ പറയുന്നതല്ല കേശുവിന് ഇഷ്ടം. കുറേ സമയം അവരുടെ കൺഫ്യൂഷൻ പറയുന്ന സമയത്ത് ഞാനിപ്പുറത്തേക്ക് വന്നിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അന്നേരമാണ് എൻ്റെ കണ്ണിലിതായി ഈ ഒരു പെട്ടി ഓട്ടോറിക്ഷ കണ്ടിപ്പെട്ടത്. ചട്ടി, പല സൈസ് ചട്ടികൾ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പൂജകളോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പേര് നോക്കി, നെസ്റ്റോയുടെ ജാൻവി ഓട്ടോറിക്ഷ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പം നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചിപ്സും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ വരുന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ വില കൂടുതൽ. പിന്നെ പഞ്ചസാര, അരി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. ഇങ്ങനെ ഓരോരോ വീടുകൾ കയറി ഇറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ, കുഞ്ഞു വീടുകൾ. അങ്ങനെ ഇതുവരെ ഇവരുടെ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിൽ ഏതാ വേണ്ടത്. അവസാനം ജയശേൻ്റെ കയ്യിലുള്ള ആ ഐസ്ക്രീം തന്നെയാണ് എടുത്തത്. അങ്ങനെ കേശു കിട്ടിയ സമയത്ത് ഓടി വന്ന് ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി. കേശു പറയുന്നത്, ഞാൻ നേരെ നാട്ടിലേക്ക് പോയിക്കോളാം, ഈ ഓട്ടോറിക്ഷയും കൊണ്ട് കലമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് കുറച്ച് സമയം ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് കേശു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും, കൂടാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ബാക്ക് ടു സ്കൂൾ. ഇവിടെ സ്കൂൾ തുറക്കാൻ പോവാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് സമയം അത് നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം തീരാനായി. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് നിന്നപ്പോൾ ജയശേട്ടൻ്റെ വക ഒരു ഓഫർ കിട്ടി. ഇഷ്ടമുള്ള
ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഇതുവരെ കഴിക്കാത്ത ഗാലക്സി, ഞാനിതുവരെ ഗാലക്സി കഴിച്ചിട്ടില്ല, അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ബില്ലിങ്ങാണ്. പിന്നെ കേശുവിൻ്റെ ഏറ്റവും വലിയ ഇത് എന്താ പറയുക, ബില്ലിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവൻ തന്നെ എല്ലാം എടുത്ത് വെച്ച് ബില്ലിങ്ങിലേക്ക് വെച്ച് കൊടുത്തോളും. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുകയോ വേണ്ട, എല്ലാം അവനാണ് സെറ്റ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പം എനിക്കുള്ള കവർ കിട്ടി. ഞങ്ങൾക്ക് 3 പേർക്കും ഓരോരുത്തർക്ക് ഓരോ കവർ വെച്ചിട്ട് അങ്ങനെ നമ്മൾ 3 പേരും ഒരേപോലെ കവറൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു സ്ഥലത്ത് ഉടൻ തന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.